നമ്മളെ കണ്ണൂരിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 13-ൻ്റെ അന്നാണ് ചടങ്ങ്. അന്ന് നമുക്ക് ചിലപ്പോൾ ബിരിയാണി ഉണ്ടാവാം, ചോറുണ്ടാവാം, നോൺ വെജ് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇനി ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്ക് സദ്യ തന്നെയായിരിക്കും. കണ്ണൂർ പിന്നെ തെക്കോട്ട് 7-ൻ്റെ അന്നാണ് ചടങ്ങ് അല്ലേ. തെക്കോട്ട് ഇഡ്ഡലി സാമ്പാറേ ഉള്ളൂ, അല്ലാണ്ട് അവിടെ ഇതൊന്നുമില്ല. ചോറും സാമ്പാറും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചോറും സദ്യയും ഇറച്ചിയും മീനും ഒന്നും അല്ല അവർ തരില്ല അല്ലേ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല സദ്യ. ഇപ്പോൾ റീൽസിൽ കേട്ടു കഞ്ഞിയും പയറൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ ഏത് നാട്ടിലാണെന്ന് അറിയാമെങ്കിൽ പറയണം കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ഇവിടെ കല്യാണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിൽക്കുമല്ലോ, ചെല്ലുമല്ലോ. ചെന്നിട്ട് ആ വീട്ടിൽ തങ്ങിയെന്ന് വെച്ചോ, അന്ന് നമുക്ക് വരാനാവില്ല. തങ്ങിക്കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസമേ നമ്മൾ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മരണം എടുക്കുകയിൽ തങ്ങില്ല, ജീവനും കൊണ്ട് പായും. പിന്നെ കൊട്ടൊന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ആ വീട്ടിൽ നിന്നാൽ നല്ലതാ. പിന്നെ ആ വീട്ടിലുള്ളവർ അടുക്കളയിലൊന്നും കയറില്ല തോന്നുന്നുണ്ട്. ഇത്ര ദിവസം വരെ അടുക്കളയിൽ കയറില്ല തോന്നുന്നുണ്ട്. ഇവിടെയില്ല. 13 ദിവസം വരെ വീട്ടിലുള്ളവർ അടുക്കളയിൽ കയറില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. വന്ന് കയറിയവരല്ല, വീട്ടിലുള്ളവർ മാത്രം. പിന്നെ ഒരു കൊല്ലം വരെ വീട്ടിൽ നിന്നാരും പുറത്തിറങ്ങില്ല. ഇപ്പോൾ ഭാര്യമാരാണെങ്കിൽ ഭാര്യമാർ പുറത്തിറങ്ങില്ല, അച്ഛനും അമ്മയാണെങ്കിൽ നമ്മളെ മക്കൾ പുറത്തിറങ്ങില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒക്കെ മാറി കേട്ടോ. നമ്മളെ കുടുംബത്തിൽ ഇടയ്ക്കെല്ലാം മരണം നടന്നിട്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരങ്ങ് പുറത്തിറങ്ങിയൊക്കെ ശീലിച്ചു. മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒരു കൊല്ലമൊക്കെ എന്തിനാണ് പുറത്തിരിക്കണേ. ഇപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കൊക്കെ ജോലിക്ക് പോകണ്ടേ, എന്നാലേ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ. ഇനി ഇത് ഒന്നും സമ്പാദിച്ചിട്ട് വയ്ക്കാണ്ട് പോയ ഭർത്താവൻ പോയി കഴിഞ്ഞൊന്നും വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണ്ടേ. ഇനി കുട്ടികളില്ല, ഓക്കെ, അവളെ കാര്യമൊക്കെ നോക്കണ്ടേ, ആര് ചിലവിന് കൊടുക്കുക. അപ്പോൾ പോയേ പറ്റുള്ളൂ. അപ്പം നമ്മളെ സമൂഹം അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കെ ഭാര്യമാരുടെയൊക്കെ കൈത്തൊഴിലൊക്കെ പഠിപ്പിക്കണം. എപ്പോഴാണ് ആർക്കാണ് എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല. എല്ലാവരും കൈത്തൊഴിലുകളൊക്കെ പഠിച്ചു വയ്ക്കുക. എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ, ഭർത്താവ് പോയാൽ, മക്കളെ ഒറ്റപ്പെടുത്തിയാൽ ആരുടെയും ആശ്രയമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. എനിക്ക് വീട്ടിലിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് കൊച്ചുമക്കളെയൊക്കെ നോക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കൈത്തൊഴിലുകൾ ഒരുപാടുണ്ട്, കാര്യങ്ങൾ. അതൊക്കെ പോയി പഠിക്കുക കേട്ടോ. പിന്നെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഞാൻ. തെക്കോട്ട് 7 ദിവസമേ ഉള്ളൂ എന്നുണ്ട്. 40, പിന്നെ 40 തോന്നുന്നല്ലേ എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ 40 ഉണ്ട് എന്ന് തോന്നുന്നു. 40-ന് ചടങ്ങുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മറന്നു കേട്ടോ, വീട്ടിൽ അന്വേഷിക്കണം. ഇതിപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി തീർന്നു. പിന്നെ ചെറുപ്പക്കാർ മരിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നും നടത്തൂല കേട്ടോ. ചെറിയ പ്രായത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആഘോഷങ്ങളൊന്നുമില്ല. ഇത് ഒരുവിധം വയസ്സായവരൊക്കെ മരിക്കില്ല, അവരാണ് ഈ ആഘോഷങ്ങളൊക്കെ, ഫുഡ് കൊടുക്കലൊക്കെ. സദ്യമാതിരി ആളെ വിളിക്കില്ല, അതേപടി വിളിച്ച് സദ്യ തരും. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പുറത്ത് പോയില്ലേ, അമ്മമ്മ മരിച്ചിട്ട് 13-ൻ്റെ ചടങ്ങായിരുന്നു. 13-ആയിരുന്നു. പോയി ചോറും മീനും എല്ലാ കറിയും, സദ്യ പോലെ കറിയും, പിന്നെ ഇറച്ചി ഉണ്ടാവും. ഇറച്ചി നിർബന്ധമാണ്, നോൺ വെജ് നിർബന്ധമായിട്ടുണ്ടാവും. നമ്മളവിടെയൊക്കെ ബിരിയാണിയാണ് കൊടുത്തത് കേട്ടോ. ഇവിടെയൊക്കെ മരണത്തിനൊക്കെ, നമ്മളവിടത്തെയൊക്കെ മരണത്തിന് സദ്യ ആരെയും കൊടുത്താൽ എൻ്റെ ഓർമ്മയിൽ, എനിക്ക് ഓർമ്മയില്ല. ഇതിനൊക്കെ സദ്യ ഉണ്ടായിരുന്നു. വീട്ടിൽ കുറേ ഫുഡ് കൊടുത്തു. എന്തിനാണ് നമ്മളെ ഫാമിലി ഒക്കെ ആയിട്ട്, എന്തിനാൻ മതി. അതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പരിപാടികളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കരമായ പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിനിടയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. VIP-ൻ്റെ ഇടയിലുള്ള മരണം. അവരും മരിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ വൈറ്റ് കോസ്റ്റ്യൂം അല്ലെങ്കിൽ ബ്ലാക്ക് കോസ്റ്റ്യൂമേ ഇടുള്ളൂ. പിന്നെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇത് തന്നെയായിരിക്കും, 7-ൻ്റെ അന്നും ഇതുമായിരിക്കും. പിന്നെ അവർ നല്ല നല്ല അടിപൊളി ഡ്രസ്സിലേ അവരിയ്ക്കുള്ളൂ. കാരണം ഒരുപാട് പേര് വരുന്നതാണ്. അല്ലാണ്ട് വീട്ടിലിട്ട് നമ്മളിവിടുന്ന മാതിരി നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടിരുന്ന
മരിച്ചിട്ട് അവർക്ക് ഒരു സങ്കടം ഇല്ലാന്നിരിക്കണമെന്നാണ്. അവർക്ക് നല്ല ഡ്രസ്സ് ഇട്ടിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പിലിരിക്കുള്ളൂ. അതുപോലെ അവരെ കാണാനായിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് ആൾക്കാർ വന്നാൽ നോക്കി കൂളിംഗ് ഗ്ലൗസ് ഇട്ട് വന്നേക്കുന്നു മരണം വിട്ടതെന്ന് വിചാരിക്കുന്നതാണോ? അതവരുടെ റിച്ചായ ആൾക്കാരല്ലേ, അവരുടെ ചിലപ്പോൾ സങ്കടം കൊണ്ട് ആ കണ്ണിൽ നീരാരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് കരഞ്ഞ ഒരാളെ മറ്റുള്ളവർ കാണുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ ഗ്ലാസ്സൊക്കെ വെച്ച് വരുന്നതാണ്. പിന്നെ ആൾക്കാർ തിരിതിരിക്കേണ്ട, അങ്ങനെ പലരുടെ ഇടയിൽ പല ഇതുണ്ട് കേട്ടോ. ഇനി പുറത്തെ രാജ്യത്താണെങ്കിൽ നല്ല അടിപൊളി വൈറ്റ് ഡ്രസ്സ് ഇടും, അടിപൊളി നല്ല നല്ല അടിപൊളി വർക്കൊക്കെ ആയിട്ടുള്ള വൈറ്റ് ഡ്രസ്സ് ഇടും. ഞാനങ്ങനെ അറിയാണ്ട് ഒരാൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോട് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് സിമ്പിളായ വൈറ്റ് ഡ്രസ്സായിപ്പോയി. 6500 7000 എങ്ങാണ്ടായി, 6500 ഞാൻ വാങ്ങിക്കൊടുത്തു. അതായിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത്. അത് ഞാൻ പറഞ്ഞു കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തില്ല, അത് സിമ്പിളായിപ്പോയി. പക്ഷെ സാധനം കിടുക. അതിൻ്റെ സാധനങ്ങളൊന്നും കൊടുത്ത ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ആ മെറ്റീരിയലിൻ്റെ റേറ്റും എന്താണ് ആ മെറ്റീരിയലൊന്നും അതൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ. ആൾക്കാർക്ക് എല്ലാ ഡ്രസ്സാണല്ലോ തന്നെ. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാനല്ലേ എല്ലാം ക്ഷമിച്ചേക്ക്.